സയോണാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന സത്യമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു പാർക്കും അവനെ ടൊർണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ സയോണയും കൂടി അറിയിച്ചതിന് ശേഷം മൂന്ന് പേരും കൂടി ഒന്നിച്ചു വന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാലോ എന്നൊക്കെ ആയിരുന്നു പാർക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പാർക്ക് വിചാരിച്ചതുപോലെ ഒന്നും തന്നെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. റിയൽ ആയിട്ടുള്ള സയോണും പാർക്കിന്റെ കയ്യിൽ നിന്നും വടിയൊക്കെ മേടിച്ചിട്ട് അവനിട്ടും തല്ലുന്നു. നിലവില് നിന്റെ ആവശ്യമൊക്കെ എനിക്ക് കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇനി നിന്നെ കൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ സയോണും അവനെ അടിച്ചു കൂട്ടിയിട്ട് ഒടുവിലായിട്ട് വെള്ളത്തിലൊക്കെ മുക്കി കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴായിരുന്നു പാർക്കിന്റെ ID കാർഡും അവന് കാണുന്നത്. പ്രസിഡന്റിന്റെ ഓഫീസിൽ സയോണിന്റെ ഒപ്പമൊക്കെ വർക്ക് ചെയ്ത വ്യക്തിയായിരുന്നു പാർക്ക് എന്ന് മനസ്സിലാക്കുന്ന റിയൽ സയോണ് കൂടുതലായിട്ടൊക്കെ പാർക്കിന്റെ അടുത്തും ദേഷ്യം തോന്നുന്നു. പാർക്കും സയോണിന്റെ അടുത്ത് എവിടെയാണ് ഹീജു ഉള്ളതെന്ന ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പോലീസിനെയും കൂട്ടി വരരുതെന്നും പോലീസൊക്കെ വരികയാണെങ്കിൽ അവളെ ജീവനോട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല എന്നുമായിരുന്നു പാർക്കും അയച്ചു കൊടുത്തത്. സോ സയോണും ഇവരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിലായിട്ട് അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന വള്ളത്തിൽ ഒരു കറുത്ത ബാഗൊക്കെ കിടക്കുന്നത് അവനും കാണുന്നു. ആദ്യം അതിൽ ഹീജു ആയിരിക്കുമെന്നൊക്കെ പേടിച്ചിട്ടാണ് അവൻ അതിന്റെ അടുത്തേക്കൊക്കെ പോകുന്നതെങ്കിൽ പോലും ബാഗ് തുറന്നു നോക്കുമ്പോഴത്തേക്കും ബോധമില്ലാതെ കിടക്കുന്ന പാർക്കിനെ ആയിരുന്നു സയോണും കണ്ടിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും സയോൺ ഒന്ന് രണ്ട് വിളിയൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും പാർക്കിനും ബോധം വരുന്നു. അങ്ങനെ ഇരിക്കെ സയോണും എവിടെയാണ് ഹീജു ഉള്ളതെന്നൊക്കെ പാർക്കിനോടും ചോദിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് സയോണും കേൾക്കുന്നത്. റിയൽ ആയിട്ടുള്ള സയോൺ ഹീജു ഉണ്ടായിരുന്ന കാർക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുവാനായിട്ട് തുടങ്ങുന്നു. ശരിക്കും പോകുവാനായിട്ട് ആയിരുന്നില്ല, ഈ ഒരു വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് സയോൺ വണ്ടിയുടെ പിന്നാലെ ഓടി വരണം. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും അവൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ സയോൺ വണ്ടിയുടെ പിന്നാലേക്ക് ഓടി വരുമ്പോഴത്തേക്കും ഈ സൗണ്ട് എല്ലാം തന്നെ കേട്ടിട്ട് ഹീജുവിനും ബോധം വരുന്നു. അങ്ങനെ ഹീജു കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും മുമ്പിൽ ഉണ്ടായിരുന്നത് റിയൽ സയോണും പിന്നിലുണ്ടായിരുന്നത് സയോണുമായിരുന്നു. സോ കാര്യമൊക്കെ പിടികിട്ടിയ ഹീജു ആകട്ടെ റിയൽ സയോണെ പിടിച്ചിട്ട് ആ വണ്ടിയൊക്കെ എവിടെയോ കൊണ്ട് ഇടിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡോറും തുറന്നിട്ട് സയോണിന്റെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എന്നാൽ രണ്ടുപേരെയും കൂടി ഇടിച്ചിട്ടാലോ എന്നൊക്കെ റിയൽ സയോണും തോന്നുകയാണ്. സോ അവനും വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നോട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും സയോണും ഹീജും കൂടി മാറിക്കൊടുക്കുന്നു. സോ അവൻ വീണ്ടും പിറകിലൊക്കെ ചെന്ന് ഇടിച്ചിട്ട് വണ്ടി ആകെ സ്റ്റക്കായി പോവുകയാണ്. ഈ ഒരു സമയത്ത് റിയൽ സയോണ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കിയതിനു ശേഷം നിനക്ക് ശരിക്കും എന്താണ് ആവശ്യമായിട്ടുള്ളത്? എന്റെ പേരാണോ, എന്റെ പദവികളാണോ, എന്ത് തന്നെയായാലും അതെല്ലാം തന്നെ തരുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് സയോൺ നിൽക്കുമ്പോഴത്തേക്കും എന്നാൽ ശരി അതൊക്കെ തന്നിട്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് കാര്യം സിമ്പിൾ ആയിട്ട് സോൾവ് ആക്കേണ്ട സമയത്ത് റിയൽ സയോണും എനിക്ക് ആവശ്യം ഹീജുവിനെയാണ്, എന്തായാലും ഹീജു എന്റെ വൈഫായിട്ടൊക്കെ വരേണ്ട വ്യക്തിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അത് പറഞ്ഞത് സയോൺ ഇഷ്ടപ്പെടുന്നില്ല. സോ സയോണും റിയൽ സയോണും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് പോലെയൊക്കെ നടക്കുമ്പോഴത്തേക്കും റിയൽ സയോണും ഒളിപ്പിച്ചു വെച്ച കത്തിയൊക്കെ വെച്ചിട്ട് സയോണിട്ട് കുത്തുവാനായിട്ട് തുടങ്ങുന്നു. ഇത് കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന പാർക്കും ഓടി വന്നിട്ട് ആ ഒരു കുത്ത് കേറ്റുവാങ്ങുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഹീജു പോലീസിനെ ആംബുലൻസിനെ എല്ലാം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സയോണും ഹീജു കൂടി ഒന്നിച്ച് പാർക്കിന് കൂട്ടിരിക്കുമ്പോഴത്തേക്കും ഇനിയും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും തന്നെ ആയിരിക്കുകയില്ല നടക്കുക എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന റിയൽ സയോണും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നു. എന്തായാലും റിയൽ സയോൺ എസ്കേപ്പ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പാർക്കിന് കൂട്ടിരിക്കുകയാണ് സയോണും. ഇനി പാർക്കും അവരുടെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ സയോണോട് തുറന്നു പറയുകയാണ്. നീ ശരിക്കുമുള്ള സയോൺ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്, അതുകൊണ്ടാണ് നിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ വന്നതും നിന്റെ വിശ്വാസം എല്ലാം തന്നെ പിടിച്ചു പറ്റിയതും അതുപോലെ തന്നെ നിന്നെ ചതിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നതും. പക്ഷേ എന്റെ സഹോദരനെ കൊന്ന സയോൺ അല്ല നീ എന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ശരിക്കും എന്റെ പ്ലാനിൽ ഹീജു ഉണ്ടായിരുന്നില്ല. പക്ഷേ നീയും ഹീജുവും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. ഒടുവിലായിട്ട് നിങ്ങൾ ഒന്നിക്കുമെന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാനും അവളെ മലയുടെ മുകളിൽ നിന്നും താഴേക്കൊക്കെ ഇട്ട് കൊല്ലാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ സഹോദരനെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നെല്ലാം തന്നെ നീയും അറിയണമെന്ന് എനിക്ക് തോന്നി. ഇത്രയും നാളും തന്റെ സഹോദരനെ കൊന്ന വ്യക്തിയുടെ അടുത്ത് പ്രതികാരം ചെയ്യുകയാണെന്നായിരുന്നു പാർക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ താൻ തെറ്റായിട്ടുള്ള വ്യക്തിയുടെ അടുത്താണ് പ്രതികാരം ചെയ്യുവാനായിട്ട് ശ്രമിച്ചതെന്നൊക്കെ മനസ്സിലാക്കി ആകെ വിഷമിച്ചിരിക്കുകയാണ് പാർക്കും. പിന്നീട് അവനും ബോധമൊക്കെ നഷ്ടപ്പെടുന്നു. അടുത്ത സീനില് കുറേയധികം പോലീസുകാര് ഈ ഒരു ക്രൈം സീനൊക്കെ നടന്നിടത്തേക്ക് എത്തുകയാണ്. സയോണും ഇപ്പോൾ ആകെ വിഷമിച്ചൊക്കെ പാർക്കിനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. യൂറിയുടെ സ്റ്റോറിയിൽ നിന്നും സയോൺ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ടെലിവിഷൻ കമ്പനിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അവിടെ വെച്ചായിരുന്നു അവൻ പാർക്കിനെ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നതും അവന്റെ ജൂനിയർ ആയിട്ടാണ് പാർക്ക് അവിടെ എത്തിയത് പോലും. പിന്നീട് പ്രസിഡന്റിന്റെ ഓഫീസിലേക്കൊക്കെ സയോണ് ജോലി കിട്ടുമ്പോഴത്തേക്കും അതേ സ്ഥലത്തേക്ക് തന്റെ വിശ്വസ്തനായിട്ടുള്ള പാർക്കിനെ കൂടി സയോൺ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ചെയ്തതും.
പിന്നീട് ഹീച്ചും സയോന്റെ അടുത്തേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ പാർക്കിനെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ കിഡ്നാപ്പ് ഒക്കെ ചെയ്ത ദിവസം പോലും ആ ഒരു കിഡ്നാപ്പറെ കണ്ടെത്തുവാനായിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് പാർക്കിനെയാണ്. മാത്രമല്ല, നിനക്ക് ബോഡി ഗാർഡ്സ് ഒക്കെ വേണമെന്ന തീരുമാനത്തിൽ ഞാൻ എത്തിയപ്പോഴത്തേക്കും ബോഡി ഗാർഡ്സിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നത് പോലും പാർക്കായിരുന്നു. സയോണും ആകെ ചതിക്കപ്പെട്ട ആ ഒരു വിഷമത്തിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഹീജുവും അവനെ സമാധാനിപ്പിക്കുന്നു. ഇനി മുറിവിലൊക്കെ മരുന്ന് വെക്കുവാനായിട്ട് ശ്രമിക്കുന്ന റിയൽ ആയിട്ടുള്ള സയോണയും കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതുപോലത്തെ എല്ലാ ശല്യങ്ങളും എന്നെ തേടി തന്നെ എത്തുന്നതെന്നൊക്കെ അവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു സീൻ കൂടി കാണിക്കുകയാണ്. അതായത്, അവനെ തേടിയിട്ട് അവന്റെ അമ്മ തന്നെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. റിയൽ സയോണ ശരിക്കും ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടത് തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കാണ് ഒരു വർഷം മുമ്പ് ഈ മുത്തശ്ശൻ മരിച്ച വാർത്തയൊക്കെ എല്ലാ TV ചാനൽസിലൂടെയും അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരിക്കൽ തന്നെ മുക്കി കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതും ഇതേ വ്യക്തി തന്നെ ആണെന്നുള്ള കാര്യമൊക്കെ അവനും മനസ്സിലാക്കിയത്. സോ അങ്ങനെ അവന് പണ്ടത്തെ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു കിട്ടിയിരുന്നു. അങ്ങനെയാണ് അവനും മുത്തശ്ശൻ താമസിച്ചിരുന്ന അതേ വീട്ടിലേക്കൊക്കെ താമസം മാറി എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നതും. എന്തായാലും TV-യിൽ അങ്ങനെ മുത്തശ്ശൻ മരിച്ച വാർത്തയൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അയാളെ കൊല്ലുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം മാത്രമായിരുന്നു അവന് തോന്നിയത് പോലും. നിന്റെ മുത്തശ്ശൻ ശരിക്കും എന്നെ പറ്റിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും അതിൽ വീണുപോയി. നിന്റെ മുത്തശ്ശനാകട്ടെ നിന്നെ കൊന്നുവെന്നായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും അതെല്ലാം തന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ നീ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയാകെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഞാൻ മരിക്കണമെന്നല്ലേ നിങ്ങൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടിയ സമയത്ത് നിങ്ങളെ വന്ന് കാണുവാൻ എനിക്ക് പേടിയായിരുന്നു. നിങ്ങളെ വന്ന് കാണുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ എന്നെ കൊന്നാലോ അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിട്ടാലോ എന്നൊക്കെ ആയിരുന്നു എന്റെയും ചിന്ത. അതൊക്കെ പോട്ടെ, ഇപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും അമ്മയും ഒരിക്കലും നിന്നെ ഞാനിനി നഷ്ടപ്പെടുത്തുകയില്ല എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു അവനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോൾ അച്ഛന്റെ അസിസ്റ്റന്റും ആൾക്കാരും കൂടി പെട്ടെന്ന് അവിടേക്ക് ഓടിയെത്തി അവനെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കാണുമ്പോഴത്തേക്കും അമ്മയും അവനെ മാറ്റി നേരെ മുമ്പിൽ നിൽക്കുന്നു. സോ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഷോക്ക് ഒക്കെ നേരെ അമ്മയ്ക്കിട്ടാണ് കൊള്ളുന്നത്. അപ്പോൾ തന്നെ അമ്മയ്ക്ക് ബോധവും നഷ്ടപ്പെടുന്നു. പിന്നീട് ബാക്കിയുള്ള ആൾക്കാരും അവനെ പിടികൂടുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന അവനാണ് പിന്നീട് പാർക്കിനെയൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നതും. കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് അമ്മയാകെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അച്ഛനെ കാണുമ്പോഴത്തേക്കും അവൻ എത്രത്തോളം കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളത്. ഇനിയെങ്കിലും നിനക്ക് അവനെ ഈ ഒരു രീതിക്ക് ട്രീറ്റ് ചെയ്തിരുന്നൂടെ എന്നൊക്കെ അച്ഛൻ്റെ അടുത്തും ചോദിക്കുന്നു. ഇപ്പോൾ അവൻ കാരണമാണ് നമ്മുടെ ലൈഫ് എല്ലാം തന്നെ നരകമായതുപോലെ അനുഭവപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇരിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇവിടെ നിനക്ക് സ്വർഗമായിട്ടൊക്കെ അനുഭവപ്പെടുന്നത്? എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം പോലും സമാധാനം എന്താണെന്ന് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ നിൽക്കുമ്പോഴത്തേക്കും അവനെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാനാണ്? ഇതാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള മകൻ എന്നൊക്കെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയണോ? ഇനിയും നീ അങ്ങനെ ഒന്നും തന്നെ വിചാരിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. നമ്മൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ഒരു മോൺസ്റ്റർ മാത്രമാണ് അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും റിയൽ സയോൺ ശരിക്കും നിന്നെ പോലെ തന്നെയാണ്. പക്ഷേ നീയോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള സയോണോ ഒരിക്കലും ചെയർമാനെ പോലെ അല്ല. ചെയർമാനെ പോലെയുള്ള മറ്റൊരു വ്യക്തിയൊക്കെ ഉണ്ട്. അമ്മയും അത്രയും കാര്യങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്. അച്ഛനും അതൊക്കെ കേട്ട് ആകെ ഷോക്ക്ഡായൊക്കെ പോകുന്നു. നീയും ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല. ചെയർമാൻ മരിച്ചിരിക്കുന്നു. നീ വളർത്തിയ മകനാകട്ടെ നിന്നെക്കാളും ഒരുപാട് ഉയരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഫാമിലി ആകട്ടെ ജീവിതത്തിന് യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കുന്നില്ല. എല്ലാവർക്കും പ്രസിഡന്റ് ആകണമെന്ന ഒറ്റ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർക്കുന്ന അച്ഛനും ആകെ വിഷമിച്ച് ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. ഒടുവിൽ അച്ഛനും നിസ്സഹായനായി കരയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.